ഹലോ ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് വിഴിഞ്ഞം ഇൻട്രാസ്പോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരിക്കലും മടുക്കാത്ത വാക്ക് തന്നെയാണ് തല ഉയർത്തി നിൽക്കുന്ന 4 ESTS ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ വശത്ത് അപ്ഡേഷന് വന്നിട്ടുള്ളത് നമ്മൾ ഈ കാണുന്ന പോലെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ് അറിയാൻ വേണ്ടിയാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. അതിന് മുന്നോടിയായി ഒരു പൊസിഷൻ ബാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ വീഡിയോയിലും ഈ പൊസിഷൻ ബാർജുണ്ട്. ഈ പൊസിഷൻ അനുസരിച്ചാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ഇതാ നമുക്കിവിടെ കാണുന്ന പോലെ എൻഡ് ഓൺ ഡംപിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, എഞ്ചിൻലെസ് ബാർജിലെ ഹെവി സ്റ്റോണുമായിട്ട് വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ അടുക്കി വെക്കുന്നുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ധാരാളം ലോറികളാണ് ഒരേ സമയം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് സ്റ്റോണുമായിട്ട്. അത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്ന പോലെ ആ ഒരു വലിയ ക്രെയിൻ, ഒരു പച്ച നിറത്തുള്ള വലിയ ക്രെയിൻ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ന് രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ എത്തിയിട്ടുള്ളത്. രാവിലെ ഒരു 10-11 മണിയായിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ഉച്ച സമയമാവും. ഇന്നൊരു 11 മണിക്കാണ് വീഡിയോ എത്തിയിട്ടുള്ളത്. ഇതാ ധാരാളം ലോറികളുണ്ട്, ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നുണ്ട്. ധാരാളം എക്സ്കവേറ്ററും ഇവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഒരു സൈഡ് മൊത്തവും നമ്മൾ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഒരു ഭാഗം മൊത്തവും ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സൂം ഔട്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഭാഗമാണ് നമുക്ക് ഈ ക്രെയിന് തൊട്ട് ഇത്രയും ഭാഗം വരെയാണ് നമുക്കിനി ആക്രോപോഡ് ഫില്ല് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നമുക്ക് കുറച്ച് സൂം ചെയ്ത് നമുക്ക് അങ്ങോട്ട് നോക്കാം. കണ്ടോ, ഇത് ഇവിടെയെല്ലാം നമ്മൾ ഈ പറഞ്ഞ ഹെവി സ്റ്റോണുകളാണ് ഏറ്റവും മുകളിലായിട്ട്, അതായത് ഈ ഹെവി സ്റ്റോണുകൾ ഏറ്റവും മുകളിൽ അടുക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ആക്രോപോഡ് എപ്പോഴും ഫില്ല് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ ഘടനയ്ക്ക് ഹെവി തിരമാല വന്നാലും മാറ്റങ്ങളൊന്നും വരാതെ സ്റ്റേബിളായിരിക്കാൻ വേണ്ടിയാണ് ഈ ഫൈനലായിട്ട് ഈ ഹെവി റോക്കുകൾ ഇങ്ങനെ അടുക്കുന്നത്. ഈ ഹെവി റോക്കുകൾ കൊണ്ടുവരുന്നത് നമ്മൾ എഞ്ചിൻലെസ് ബാർജിലാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്ന് വീഡിയോ എടുക്കാം. ഈ ഹെവി സ്റ്റോണുകൾ അത് മാത്രമല്ല, അതിൻ്റെ മുകളിലാണ് നമ്മൾ ആക്രോപോഡ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നത്. ഇവിടെ എല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പറയുന്ന, നമ്മളെപ്പോഴും പറയാറുന്ന പോലെ ഡ്രഡ്ജിങ്ങിൻ്റെ സൈഡാണ് പറയുന്നുള്ളത്. വളരെ ദൂരെയായിട്ട് നമുക്ക് ഡ്രഡ്ജർ കാണാൻ സാധിക്കും. ഇതാ നമ്മളുടെ അടുത്ത് ഡ്രഡ്ജറുണ്ട്. ഈ ഡ്രഡ്ജിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഈ ഓസ് ഇതാ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വന്ന് ഉണ്ടോ, ഇത്രയും ദൂരത്ത് ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലല്ല ഔട്ട്പുട്ട് പോലുള്ളത്. ഇവിടെ വലിയൊരു കുളം പോലെ നിർമ്മിച്ചിട്ട് ഇതിനകത്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നത്. ആ ഔട്ട്പുട്ട് നമുക്ക് തൊട്ട് അടുത്തുള്ള വ്യൂ തന്നെ നമുക്ക് കാണാം. അതിന് മുന്നേ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ നോക്കാം. ഈ ഭാഗത്ത് നിന്ന് ബെർത്തിൻ്റെ കുറച്ച് വശങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതായത് ബെർത്തിൻ്റെ കോൺക്രീറ്റ് ഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഹെവി ക്രെയിൻസ്, എക്സ്കവേറ്ററൊക്കെ ഉപയോഗിച്ച് വളരെ വേഗത്തിലാണ് ബെർത്തിൻ്റെ പണികൾ പുരോഗമിക്കുന്നത്. ബെർത്തിൻ്റെ എൻഡ് ഭാഗത്ത് നിന്നും കുറച്ച് ഭാഗം, അതായത് നമ്മളെ ബ്രേക്ക് വാട്ടർ പോലെ അല്ലെങ്കിൽ ഒരു ബാരക്കേഡ് പോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ ഘടന ഇങ്ങോട്ട് നീണ്ടു വരുന്നുണ്ട്. ഇത് ബെർത്തിൻ്റെ ഇവിടെ എൻഡ് ഭാഗത്ത് നിന്ന് വരുന്നത് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ്. അത് ഇവിടെ വന്ന് കയറും. ഈ ഭാഗം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഒരാഴ്ചയായിട്ടുണ്ട് നമ്മൾ വീഡിയോ അപ്ഡേഷൻ കൊടുത്തിട്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് നമുക്ക് വീഡിയോ അപ്ഡേഷൻ ഉണ്ടെങ്കിലും ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വളരെ സ്പീഡിലാണ് വർക്ക് നടക്കുന്നത് പറയാൻ പറ്റും. നമ്മൾ 3-4 ദിവസം വീഡിയോ എടുക്കാത്തപ്പോൾ തന്നെ ചെറിയൊരു നിലവിലൊരു വേരിയേഷൻ മീൻസ് അവിടെ കുറച്ച് കെട്ടാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിരിക്കും. നമുക്ക് നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ആ ചേഞ്ച് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അതുമാത്രമല്ല, സെൻറ്റിനൽ ഹബിൻ്റെ അപ്ഡേഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. ആ വേരിയേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം പൂർണ്ണമായിട്ട് ആ സൈഡ് മൊത്തവും ഈ പറയുന്ന കെട്ടിയെടുത്തിരിക്കുന്നു. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് തിരിച്ചൊലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയെടുക്കുന്നത് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്നത് ഈ ഭാഗത്താണ് ഡ്രഡ്ജിങ് നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, കുറച്ച് അടുത്തുള്ള വ്യൂ നമുക്കുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്കിനി ആ ഭാഗത്തേക്ക് പോകാം. കുറച്ചുകൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഡ്രഡ്ജ് ചെയ്ത മണലും വെള്ളവും കടലിലേക്ക് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്ട്രക്ചർ ഘടന നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ എക്സ്കവേറ്ററും വർക്ക് ചെയ്യുന്നുണ്ട്. അതവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതാണ്ട് ഫില്ലായിരിക്കുന്നു. വളരെ കുറച്ച് ഭാഗം കൂടി മാത്രമേ ഉള്ളൂ. ഞാൻ തുടക്കം മുതലേ ഇന്നലെ നമ്മൾ സെൻറ്റിനൽ ഹബ്ബ് ഉപയോഗിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് പറയണ്ടായി, ഇവിടെ മണൽ കൂമ്പാരം വളരെ അധികമുള്ള കാരണം കൂടുതൽ ഹെവി സ്റ്റോൺ ഇവിടെ ഇടേണ്ടി വരില്ല. വളരെ വേഗം തന്നെ ആ വർക്ക് കംപ്ലീറ്റ് ആവാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ വേഗം തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല, യാർഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ,
ഒരു വലിയൊരു കുളം പോലെ തന്നെ ഇവിടെ ആക്കിയിട്ടുണ്ടോ. ഇതിനകത്ത് നിലവിൽ ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ് കാണിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ട്രെഡ്ജ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടോ, അതാ കാണാൻ സാധിക്കും. ട്രെഡ്ജ് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വരുന്നു. അത് ഇവിടെ ഇതിനകത്ത് ഒലിച്ചങ്ങനെ നിന്നിട്ട് ആ വെള്ളം മാത്രം ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗം, അതിന് ഞാൻ സൂം ഔട്ട് ചെയ്താൽ കാണാൻ സാധിക്കും, ഇത്രയും ഭാഗം ആ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കും. അതിനുശേഷം വെള്ളം മാത്രം ഇതാ ഈ പറയുന്ന ഈ വെള്ളത്തിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇങ്ങനെ കടലിലേക്ക് ഒലിച്ചു പോകും. ഇതാകുമ്പോൾ വളരെ വേഗം തന്നെ ഈ പറഞ്ഞ യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള വർക്കുകൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഒരിടത്തും നമുക്ക് ഒരു ലാഗും നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ വേഗത്തിലാണ് വർക്കെല്ലാം മുന്നോട്ട് നീങ്ങുന്നത്. അതുമാത്രമല്ല അവിടെ ഒരു വളരെ വേഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ധാരാളം എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. ഇവിടെ മാത്രം എല്ലാ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റാൻഡെല്ലാം ലെവൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വേഗത്തിലാണ് ലെവലിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ബെർത്തിൻ്റെ കുറച്ച് പോർഷൻസും നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. കോൺക്രീറ്റിൻ്റെ ഭാഗങ്ങളെല്ലാം കാണാൻ സാധിക്കും. നമ്മൾ സാറ്റലൈറ്റ് വ്യൂയിലൂടെ തന്നെ നമുക്ക് ഏതാണ്ട് 600 മീറ്ററോളം ബെർത്തിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുന്നു. ഇനി ആകെ 200 മീറ്ററാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിന് പൂർത്തിയാക്കേണ്ടുള്ളത്. അതും വളരെ വേഗമാണ് വർക്ക് നടക്കുന്നത്. ഇതാണ് ഈ ഭാഗത്ത് നിന്നാ കാണുന്ന വ്യൂ ഉണ്ടോ. വളരെ ദൂരെയായിട്ട് നമുക്ക് കാൻഡിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡി ഗ്രൈൻ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നിലവിലൊരു 4-5 അപ്ഡേഷനിലൂടെയാണ് അല്ലെങ്കിൽ വ്യൂവിലൂടെയാണ് നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിന്നാൽ കാണുന്ന ഒരു മനോഹരമായ വ്യൂ ആണിത്. ഇത്രയും നിറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന ഇത്രയും ഭാഗം ഈ പറയുന്ന ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ യാർഡ് എക്സ്റ്റൻഷൻ്റെ പണികളെല്ലാം കംപ്ലീറ്റ് പോവും. ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ തന്നെ കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഇൻ്റർലോക്കിൻ്റെ പണികൾ നടക്കുവാണെങ്കിൽ ആ ഭാഗത്തെല്ലാം ഇൻ്റർലോക്കിൻ്റെ പണികൾ 100% അവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ഇത്രയും ഭാഗത്ത് മണൽ ലെവൽ ചെയ്ത് ഇൻ്റർലോക്ക് ഇട്ടാൽ മതിയായിരിക്കും. അത് ഇച്ചിരി മാറി എന്നാൽ ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് ഉണ്ടോ, ഹെവി ലോറികളിലായിട്ട് ധാരാളം ലോഡുകളിലായിട്ട് ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ ഉൾപ്പെടെ കൊണ്ടുപോകുന്നു. അത് മാത്രമല്ല നമുക്ക് നാച്ചുറൽ സ്റ്റോണിൻ്റെ മലയെന്ന് നമ്മൾ പണ്ട് വിശേഷിച്ച പോലെ ഇപ്പോൾ അത് കാണാൻ സാധിക്കില്ല. ബാക്കി നമുക്കറിയാം, നമ്മൾ തൊട്ട് താഴെ, ഞാൻ നിൽക്കുന്ന തൊട്ട് താഴെ തന്നെ ധാരാളം ഹെവി സ്റ്റോണുകളാണ് നിരത്തിയിട്ടുണ്ടോ, ധാരാളം ഹെവി സ്റ്റോണുകളിവിടെ നിരത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ സ്റ്റോണുകൾ തരംതിരിച്ച് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനും പിന്നെ നമ്മൾ ഈ കണ്ടതുപോലെ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് തന്നെ ഇവിടെ ബാരിക്കേഡുകൾ അത് നിർമ്മിക്കാൻ അങ്ങനെ പല വർക്കിലേക്ക് വേണ്ടി നാച്ചുറൽ സ്റ്റോണുകൾ ഇവിടെ നിന്ന് പോകുന്നുണ്ട് ഉണ്ടോ. ഇത് ഇവിടെ നിന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ 100 കണക്കിന് ലോഡുകളാണ് നമ്മൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് ലോറികളിലായ സ്റ്റോൺ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് PO ബിൽഡിംഗ് ആണ്. PO ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണുക. ഇതാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ കാണുന്ന വർക്ക് അപ്ഡേഷൻ കണ്ടോ. ഇത്രയും വർക്കുകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നുള്ള വ്യൂ ആണെന്ന്. ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ട്രെഡ്ജിങ് നടത്തിയത് ആ ഭാഗത്താണ് ട്രെഡ്ജിങ് നടത്തിയത്. ഇത് പോർട്ടിനകത്തു നിന്നുള്ള വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. വളരെ ദൂരെ നിന്നാണ് ഞാൻ നോക്കുന്നതെങ്കിലും നമ്മളിവിടെ നമ്മൾ പറഞ്ഞതുപോലെ മണൽ ധാരാളമായി കൂട്ടിയിട്ടുള്ള ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എക്സ്കവേറ്റർ വെച്ച്. അത് നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ കാൻഡിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡി ഗ്രൈൻ E04 നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ E05ഉം നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇനി ഈ വശത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ബെർത്തിൻ്റെ പോർഷനിലെ വർക്കുകളാണ്. ഈ പോർഷനിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ. ബെർത്തിൻ്റെ വശത്തെ വർക്കുകളാണ്, കോൺക്രീറ്റും ബാക്കിയുള്ള വർക്കുകളുമാണ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോറിയിലെ ഹെവി സ്റ്റോണുമായിട്ട് വന്നിട്ട് എക്സ്കവേറ്റർ ഉപയോഗിച്ച് അത് പിക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതെല്ലാം ബെർത്തും യാർഡും അടങ്ങുന്ന പോർഷനിലെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒരു ഹെവി ക്രെയിനും നമുക്കിവിടെ വന്നാൽ അത് സ്റ്റോൺ പിക്ക് ചെയ്ത് അവിടേക്ക് വെക്കുന്നുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ബെർത്തിൻ്റെ വർക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വശത്തെല്ലാം അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ബെർത്തിൻ്റെ വർക്കുകളെല്ലാം വളരെ വേഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യൂവും നമുക്കറിയാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥിരം പറയുന്ന പോലെ തന്നെ ധാരാളം സ്ലാബുകളുണ്ട്. ആ സ്ലാബുകളെല്ലാം ലോറികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുറേ എണ്ണം ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടോ. ഇതെല്ലാം കുറേ സ്ലാബുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അത് മാത്രമല്ല ധാരാളം വലിയ സ്റ്റോണുകളുണ്ടായിരുന്നു. ആ സ്റ്റോണുകളെല്ലാം തരം തിരിച്ച് ലോറികളിൽ കയറ്റുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഹെവി സ്റ്റോണുകളെല്ലാം തരം തിരിച്ച് എക്സ്കവേറ്റർ ഉപയോഗിച്ച്
ലോറികളിൽ കയറ്റുന്ന വർക്കുകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ കൂടുതൽ സ്റ്റോൺ ഉണ്ടായിരുന്നു. അതെല്ലാം വലിയ വലിയ സ്റ്റോണുകൾ തന്നെയായിരുന്നു ഇവിടെ കൂട്ടിയിട്ടിരുന്നത്. ചെറിയ സ്റ്റോണെല്ലാം ലോറിയിൽ പോയിട്ടുണ്ട്. ആ സ്റ്റോണുകളെല്ലാം ലോറിയിലെ ഡംപിങ്ങിനായി കൊണ്ടുപോകുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴെ കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നേരെ ഇപ്പുറത്തൊരു വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വശത്തൊരു വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാൻഡിലിവർ ആൻഡ് ഗ്രാൻഡി ക്രെയിൻ E03, E02 ഉൾപ്പെടെയുള്ള എല്ലാ ക്രെയിനുകളും, അതുമാത്രമല്ല STS ക്രെയിനും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പല ക്രെയിനുകളിലെ ലോ ടെസ്റ്റ് നടക്കുവാണ്. അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. പിന്നെ തൊട്ട് താഴെയാണെങ്കിൽ നമ്മൾ പണ്ടത്തെ ആദ്യം എടുത്ത വീഡിയോയിലേക്കാണെങ്കിൽ ഇവിടെ വളരെ ചെളിയായിട്ടിടുന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം ലെവൽ ചെയ്ത് ആ ഒരു സ്ട്രക്ചർ ഇടയ്ക്ക് വ്യക്തമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നല്ല കട്ടിയുള്ള ഒരു റോഡ് മാതിരി ഇവിടെ മാറിയിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണും ഈ പറയുന്ന ചെമ്മണ്ണ് വിട്ടാണ് ഇവിടെ ലെവൽ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ നമ്മൾ വളരെ പഴയ വീഡിയോയിൽ തന്നെ ഉണ്ട്. പിന്നെ ധാരാളം ലോറികൾ നാച്ചുറൽ സ്റ്റോണായിട്ട് വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള വ്യൂ. ഇനി നമുക്ക് കുറച്ചൊരു താഴോട്ടിറങ്ങി നമുക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് വാൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ ഭാഗത്തു നിന്ന് നമുക്ക് കോമ്പൗണ്ട് വാൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? സൂം ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നേരത്തെ ഞാൻ വളരെ ഹൈറ്റായ ടെറസിൻ്റെ മുകളിലാണ്, വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ അത് ഇവിടെ ഉള്ളൊരു സമ്മതം ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോമ്പൗണ്ടുള്ള വർക്കുകൾ നടക്കുന്നു. ധാരാളം ഹെവി ലോഡുമായിട്ട് സ്റ്റോണുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ടോ, ഇതോടെ ഒരു വെയിറ്റ് ബ്രിഡ്ജ് ഉണ്ട്. ഈ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. വെയിറ്റ് ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനും ആ വീഡിയോയിലുണ്ട്, പഴയ വീഡിയോയിലുണ്ട്. അതൊക്കെ ഫുൾ റണ്ണിങ്ങിൽ വർക്കായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് വെയിറ്റ് എടുത്തിട്ടാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ പോർഷനിലൊക്കെ സ്റ്റോണ് പോകുന്നത്. ഉണ്ടോ, ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കുറച്ചുകൂടി താഴോട്ടിറങ്ങിയ വ്യൂ ആണ്. പക്ഷേ വളരെ ഹൈറ്റ് എന്നുള്ള വ്യൂ എന്ന് മാത്രമാണ് നമുക്കിതൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ തൊട്ട് താഴെ നമുക്ക് ഈ റോഡുണ്ട്. ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. എന്താ ഇവിടെ കോമ്പൗണ്ട് വാളിൽ അവിടെ റോഡ് കണ്ട, ഇപ്പുറത്തോട്ട് നല്ല റോഡും ഉണ്ട്. കോമ്പൗണ്ട് വാൾ ഇത്രത്തോളം കെട്ടിയിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഫുൾ കോമ്പൗണ്ട് വാൾ ആയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഒരു പോർഷൻസൊക്കെ ഏതാണ്ടൊക്കെ കോമ്പൗണ്ട് വാളൊക്കെ വ്യക്തമായിട്ട് കാണുന്ന വിധത്തിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. ഈ ഭാഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ വളരെ ദൂരെ നിന്ന് PO ബിൽഡിംഗ് എന്ന് കാണിക്കുന്ന പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഇവിടെ സൂം ചെയ്യുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ ബെർത്തിൻ്റെ തൊട്ടപ്പുറത്ത്, കുറച്ചപ്പുറത്തു നിന്നാണ് ബെർത്തിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ ഉള്ള ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഒരു ഹെവി എക്സ്കവേറ്ററും കാണാം. ധാരാളം ഈ പറഞ്ഞ ആക്രോപോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പോർട്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വൽ. ഇനി കുറച്ച് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫ്രണ്ടിലായിട്ട് E01 നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ പോർട്ടിനകത്ത് ധാരാളം കണ്ടെയ്നറുണ്ട്. ഇത് നമ്മുടെ ലോ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കാൻഡിലിവർ റെയിൽമോട്ട് ഗ്രാൻഡി ക്രെയിനുകളുടെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം ഇവിടെ ഉള്ളത്. അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, നമ്മൾ തൊട്ട് താഴെ നമ്മൾ പറഞ്ഞതുള്ളത് ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ധാരാളം ഈ പറഞ്ഞ സ്ലാബുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഈ പണികളെല്ലാം ഫിനിഷിംഗ് വർക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇവിടുത്തെ പണികളെല്ലാം വളരെ ഫാസ്റ്റ് ആക്കുവാണ്. ഉണ്ടോ, നമ്മൾ നല്ല ചൂടായ കാരണം ഞാൻ പറഞ്ഞില്ല, ചില സമയത്തൊക്കെ വെള്ളം ഇങ്ങനെ നനയ്ക്കുമെന്ന്. ഇങ്ങനെ ഇപ്പോൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം നല്ല പൊടി പടരുന്ന കാരണം, അല്ലെങ്കിൽ പൊടിയുടെ ചൂടായ കാരണം പൊടിയുണ്ട്. അതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ വെള്ളം നനയ്ക്കുന്ന ആ ലോറി നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല തൊട്ട് താഴെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കോമ്പൗണ്ട് വാളിൻ്റെ പണികൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ പണികളെല്ലാം നടക്കുവാണെങ്കിൽ ഇപ്പോൾ എല്ലാ പണികളും ഇവിടെ ഈ വശത്തുള്ള പണികളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ റോഡും ഉണ്ട്. ഉണ്ടോ, ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. നമുക്ക് സൂം ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, കോമ്പൗണ്ട് വാളിൻ്റെ പണികളെല്ലാം ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ഭാഗമാണ് നമുക്ക് അറിയാൻ സാധിച്ചു. കുറച്ച് ഭാഗം നമുക്ക് അറിയാൻ സാധിക്കില്ലാത്ത ഭാഗമുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് കാണുന്ന ഈ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്തെല്ലാം ഈ പറഞ്ഞ കോമ്പൗണ്ട് വാളിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നല്ല ചൂടാണ് ഇവിടെ എല്ലാം.
പിന്നെ കടലിൻ്റെ കരയാണ്ട് ചെറിയൊരു കാറ്റുമുണ്ട്. വെള്ളം ധാരാളം നനച്ചുകൊണ്ട് ലോറികൾ പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത് പോർട്ടിൻ്റെ എല്ലാ വശത്തേക്കും പോകുന്നുണ്ട്. ഈ മണ്ണുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുന്നുണ്ട് ലോറികൾ. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് സ്പ്ലിറ്റ് ബാർജിൽ സ്റ്റോൺ കൊണ്ടുവരുന്നതും സ്റ്റോൺ എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുന്ന വ്യൂ ആണ് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശം. ഇതൊരു അടുത്തൊരു വ്യൂവിൽ പോയാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു എൽ ആകൃതിയിൽ ഇവിടെ ഒരു നമ്മുടെ കോമ്പൗണ്ട് വളായിട്ടുണ്ട്. അതിലൊരു ഗേറ്റുമുണ്ട്. ഞാൻ സൂം ഔട്ട് ചെയ്ത് കാണിച്ചാണ് കേട്ടോ. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ, ഇതാ നമ്മൾ ഈ കാണുന്ന പോലെ ഈ പറയുന്ന പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാള് റെഡിയായിരിക്കുന്നു. ഇനി ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഒന്നുമില്ല, എന്നാലും നമുക്കറിയാൻ സാധിക്കും ഈ കോമ്പൗണ്ട് വാളിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു ഗേറ്റും ഒരു സെക്യൂരിറ്റി ഗാർഡുമുണ്ട്. അതായത് പൂർണ്ണമായിട്ട് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ പണികളെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗേറ്റും ഒരു സെക്യൂരിറ്റി ഗാർഡും നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ. അതായത് ഇനി ആരും പെർമിഷൻ ഇല്ലാതെ നമുക്ക് പോർട്ടിനകത്ത് അല്ലെങ്കിലും പ്രവേശിക്കാൻ പറ്റില്ല. ധാരാളം ക്യാമറകളുണ്ട്. എന്നാലും ഇതൊരു ഓപ്ഷനായിട്ട് തന്നെ ഒരു കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നു. അതൊരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. ഇനി നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ, വലിയ നാച്ചുറൽ സ്റ്റോണുകൾ മാത്രമാണ് ഇവിടെ തരംതിരിച്ചിട്ടുള്ളത്. ചെറിയ നാച്ചുറൽ സ്റ്റോണുകൾ ലോറികളിലും പോകുന്നുണ്ട്. ലോറികളിലെ കൊണ്ടുവന്ന് സ്പ്ലിറ്റ് ബാർജിലും, ഇതാ ദൂരെ നമുക്ക് സ്പ്ലിറ്റ് ബാർജ് കാണാൻ സാധിക്കും. സ്പ്ലിറ്റ് ബാർജിലും നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ്ങിനായി പോകുന്നുണ്ട്. 3-4 മെത്തേഡിലൂടെയാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം പുരോഗമിക്കുന്നത്. ഒന്ന് നമ്മൾ ഈ പറയുന്ന പോലെ സ്പ്ലിറ്റ് ബാർജിലും എഞ്ചിൻലെസ് ബാർജിലും ലോറികളിലുമായിട്ടാണ് സ്റ്റോൺ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഉണ്ടോ, ഹെവി സ്റ്റോണുകൾ തരംതിരിച്ച് സ്പ്ലിറ്റ് ബാർജിൽ ലോഡ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഉണ്ടോ. അതുകൊണ്ട് കാണാൻ സാധിക്കും. നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഒരു എഞ്ചിൻലെസ് ബാർജുണ്ട്. അത് ഫുള്ളാവാനുണ്ട്, അത് വേക്കൻ്റാണ്. 2 എഞ്ചിൻലെസ് ബാർജ് സ്റ്റോണുകൾ ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് ഉണ്ടോ. ഇങ്ങനെയാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ പണികൾ വളരെ വേഗം തന്നെ പുരോഗമിക്കുന്നു. ഒരിടത്തും ഒരു ലാഗില്ല. തൊട്ടപ്പുറത്ത് സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണുകൾ കയറ്റുന്നതിന് ലോറി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. സ്പ്ലിറ്റ് ബാർജ് ഇതാ നല്ല ലോഡായിട്ട് സ്പ്ലിറ്റ് ബാർജ് ഈ പറയുന്ന എൻഡ് ഓൺ ഡംപിങ്ങിനായിട്ട് ബ്രേക്ക് വാട്ടർ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ എഞ്ചിൻലെസ് ബാർജിലായിക്കോട്ടെ ഹെവി സ്റ്റോണുകൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഫില്ല് ചെയ്ത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. തൊട്ട് മുന്നേ PO ബിൽഡിങ്ങിൻ്റെ മുൻവശ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോർട്ടിനകത്തുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം കണ്ടെയ്നറുണ്ട്. നമ്മുടെ ലോട്ടസ്റ്റിൻ്റെയും നമ്മുടെ ഈ പറയുന്ന ക്രെയിനുകളുടെ എഫിഷ്യൻസിയുടെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കണ്ടെയ്നറുകളാണ് നമ്മുടെ ഈ പോർട്ടിൽ നിരത്തി വെച്ചിട്ടുള്ളത്. അത് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഈ വ്യൂ നിന്ന് നമുക്ക് കാണുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ അപ്ഡേഷൻ. കണ്ടോ, സ്റ്റോണുകൾ എടുത്ത് വയ്ക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോന്ന് അടുക്കിയാണ് എഞ്ചിൻലെസ് ബാർജിൽ വയ്ക്കുന്നത്. ഇതാണ് ഈ വശത്തു നിന്നുള്ള വ്യൂ. ഫ്രണ്ട്സ്, ഈ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോമ്പൗണ്ട് വാള് ഏതാണ്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഒരു ഫുൾ സ്ട്രെച്ചിൽ കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ എല്ലാം ഇങ്ങനെ മുറിഞ്ഞാണ് വന്നുള്ളത്. കാരണം ഓരോ പാർട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്ന കാരണം ആ വശത്ത് നോക്കുമ്പോൾ വളരെ കുറച്ച് കാണാൻ പറ്റും. പക്ഷേ ഈ വശത്ത് നോക്കി കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാള് വ്യക്തമായിട്ട് കാണാൻ പറ്റും കണ്ടോ. ഒരു ഫുൾ സ്ട്രെച്ചായിട്ട് കണ്ടോ, ഇത്രയും നീളത്തിൽ നമുക്ക് കോമ്പൗണ്ട് വാള് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ നമ്മളിവിടെ ഈ മണ്ണൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നത് ഗ്രൗണ്ട് പണിയുന്നതിന് വേണ്ടിയാണ് കണ്ടോ. ഇതാണ് ഈ പറഞ്ഞ പ്ലേസ്. നമുക്ക് പണ്ട് മുതലേ ഞാൻ പറയാറുള്ളത് തന്നെയാണ്. ഫസ്റ്റ് ഡ്രഡ്ജ് ചെയ്ത് മണൽ കൊണ്ട് ലെവൽ ചെയ്തിട്ട സ്ഥലങ്ങളാണിത്. ഇവിടെ എല്ലാം ഉണ്ടോ, ഈ വള്ളങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഫസ്റ്റ് പോർഷനിൽ ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ട് ഫില്ല് ചെയ്ത് ഇട്ട സ്ഥലങ്ങളാണ്. അതിൻ്റെ ഒരു പാർട്ടിലാണ് ഫുട്ബോൾ ഗ്രൗണ്ട് പണിയുന്നത്. ഇത് ഈ പോർഷനിൽ ഉണ്ടോ. ഇനി നമുക്ക് ഇവിടെയാണ് നമ്മൾ നേരത്തെ വീഡിയോ ഒരു വശത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ധാരാളം നാച്ചുറൽ സ്റ്റോണായിട്ട് ലോറികൾ വെയിറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ പറയുന്ന പോലെ എഞ്ചിൻലെസ് ബാർജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്പ്ലിറ്റ് ബാർജ് നമ്മൾ നേരത്തെ തന്നെ പോയത് കണ്ടായിരുന്നു. ഇതാണ് ഈ വശത്തു നിന്നുള്ള വ്യൂ. നമുക്ക് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ STS ക്രെയിനും കാൻഡിലിവർ റെയിലുമുണ്ട്. ഗ്രാൻഡി ക്രെയിൻ കാണാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഒരു സ്ട്രക്ചർ ഘടന ഏതാണ്ട് നമുക്ക് ഈ പൊക്കത്തിൽ നിന്നുള്ള ഹൈറ്റിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു നമുക്കിവിടെ വന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എല്ലാം ആക്രപ്പോട്ട് ഇട്ട് ഫില്ല് ചെയ്തിരിക്കുന്നു.
കുറച്ചുകൂടി സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഭാഗത്തെല്ലാം ആക്രോബോട്ടെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു ഉണ്ടോ. ട്രഡ്ജർ ഇവിടെയാണുള്ളത്. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ട്രഡ്ജർ വളരെ ദൂരെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷേ ഈ രണ്ട് മൂന്ന് വശത്ത് നിന്നാണ്ട് ഈ വശത്ത് നിന്ന് വളരെ അടുത്താണ് ട്രഡ്ജർ ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ ട്രഡ്ജ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇതാണ് ഈ വശത്ത് നിന്നുള്ള വ്യൂ. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തരംതിരിച്ചുള്ള നമ്മുടെ കാൻഡിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ടും വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.